ഹായ്, നമുക്കിന്നൊരു സ്പെഷ്യൽ വിഭവം ഉണ്ടാക്കാം. ഞങ്ങൾ ഈ മലബാറുകാർക്ക് വിഷുവിന് ഒഴിച്ചുകൂടാൻ പറ്റാത്തതാണ് മലബാർ സ്പെഷ്യൽ മാങ്ങാക്കറി. വളരെ സിമ്പിളായി ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. സൂപ്പർ ടേസ്റ്റിയാണ്. എങ്ങനെ ഉണ്ടാവും നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. നമ്മുടെ മലബാർ സ്പെഷ്യൽ പച്ചമാങ്ങക്കറിക്ക് ആവശ്യമായ സാധനങ്ങൾ: പച്ചമാങ്ങ ഒരെണ്ണം, സവാള ഒരെണ്ണം, ചെറിയ ഉള്ളി ഒരു 10 കഷ്ണം, ഇഞ്ചി 2 കഷ്ണം, കറിവേപ്പില 4 തണ്ട്, വെളിച്ചെണ്ണ 4 ടേബിൾ സ്പൂൺ, ഉപ്പ്, പച്ചമുളക് 5 എണ്ണം, മല്ലിപ്പൊടി 2 ടീസ്പൂൺ, മഞ്ഞൾപ്പൊടി 1/2 ടീസ്പൂൺ, ഒരു നാളികേരത്തിന്റെ 2ാം പാലും 1ാം പാലും, 2ാം പാൽ 2 കപ്പ്, 1ാം പാൽ 1 കപ്പ്. നമ്മുടെ പച്ചമാങ്ങ മൂലരിക്കുള്ള മാങ്ങ നമുക്കൊന്ന് മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. ചെറിയൊരു പാത്രത്തിൽ നമ്മൾ മാങ്ങ ഇടാം. ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് മതി. കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് വെളിച്ചെണ്ണ. ഇത് നന്നായി മിക്സ് ചെയ്ത് നമുക്ക് ഇതൊരു അരമണിക്കൂർ മാറ്റി വെക്കാം. ഇതിലേക്കൊന്ന് ഉപ്പും മുളകൊക്കെ ഒന്ന് പിടിക്കുന്നത് വരെ നമുക്കിത് മാറ്റി വെക്കാം. നമ്മുടെ മാങ്ങാക്കറിക്ക് ആവശ്യമായ സവാള, ഇഞ്ചി, പച്ചമുളക് ഇതെല്ലാം നീളത്തിലരിഞ്ഞത്. ഇതിനകത്തേക്ക് ആവശ്യമായ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, കുറച്ച് വെളിച്ചെണ്ണ. ഇവ ചേർത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്യാം കൈകൊണ്ട്. നമുക്കിതൊന്ന് തീ കത്തിച്ചിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം ചെറിയ തീയില്. നമ്മുടെ മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടിയൊക്കെ ഒന്ന് നന്നായിട്ട് ഒന്ന് ചൂടാവാൻ വേണ്ടിയിട്ടാണ്. നന്നായി ഒന്ന് വഴറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നാളികേരത്തിന്റെ 2ാം പാല് 2 കപ്പ് ഒഴിച്ചു കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വെക്കാം. നന്നായി ഒന്ന് തിളച്ചു വരട്ടെ. നന്നായി തിളച്ചു വന്നിട്ടുണ്ട്. നമുക്ക് അടപ്പൊന്ന് മാറ്റിയിട്ട് നമുക്കിതിലേക്ക് നമ്മുടെ പച്ചമാങ്ങ ചേർത്ത് കൊടുക്കാം. ഒന്ന് നന്നായി മിക്സ് ചെയ്യാം. അധികം വേവാനൊന്നുമില്ല, ചെറിയൊരു വേവേ വേവാനുള്ളൂ. അപ്പൊ നമുക്കിതൊന്ന് അടച്ചു വെച്ച് വീണ്ടും ഒന്ന് വേവിക്കാം. നമ്മുടെ പച്ചമാങ്ങ ഒന്ന് വേവായിട്ട് വന്നിട്ടുണ്ട്. നമുക്ക് ഈ അടപ്പ് മാറ്റിയിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഓഫാക്കി വെക്കാം. നമുക്ക് 1ാം പാൽ ഒഴിക്കാം. നമ്മുടെ മാങ്ങക്കറിയിലേക്ക് നമുക്കൊന്ന് താളിക്കാം. ആദ്യം നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടി നന്നായി പൊട്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ സ്പെഷ്യൽ ഐറ്റമാണ് ഇഞ്ചി. ഇഞ്ചി ഒന്ന് ഇട്ട് കൊടുക്കാം. നമുക്ക് ചെറിയ ഉള്ളി ഒന്ന് ഇട്ട് കൊടുക്കാം. നന്നായി ഒന്ന് മിക്സ് ചെയ്ത് എടുക്കാം നമുക്ക്.
നമുക്ക് ഇതിലേക്ക് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇതുവരെ നമ്മൾ മുളക് പൊടി ഉപയോഗിച്ചിട്ടില്ല. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി നമ്മൾ വറവിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ല മണവും നല്ല രുചിയും കിട്ടും. നമുക്കിത് നമ്മുടെ മാങ്ങയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ആഹാ, നല്ല മണം. നമ്മുടെ മലബാർ സ്പെഷ്യൽ മാങ്ങാക്കറി റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റാണ്. അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്നതാണ്. സമയം കിട്ടുമ്പോൾ എല്ലാവരും ചെയ്യണം. അപ്പോൾ അടുത്തൊരു വീഡിയോയുമായി നമുക്ക് പിന്നെ കാണാം.